ഇവനെ അറിയാൻ വേണ്ടി ആളുകളെയൊന്നും ഇല്ല. ഇവനെ പോലീസുകാരെ എല്ലാം ഇതാ കുറെ അവന്മാർ ഇവന് സപ്പോർട്ട് പോവാ. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഈ സ്വത്ത് മുതലൊക്കെ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മുടെ ഇവന്മാർ ചോദിക്കുന്നത് നിന്റെ ഭർത്താവ് എന്തിയടി, നിന്റെ കൊച്ചെന്തിയടി, നമ്മുടെ കോടതി വഴി ബന്ധം കഴിഞ്ഞത് ഇവന്മാർ ചോദിക്കുന്നത് ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളോടുള്ള ഇപ്പൊ കൊച്ചിനെ കൊണ്ടുവെക്കാൻ അങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കണം എന്റെ അങ്ങനെ പല പല ഇതാണ് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും. നമ്മുടെ ക്യാമറ നോക്കിയാൽ സാറിന് അറിയാലോ, നമ്മുടെ ക്യാമറ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്ത ക്യാമറ, സാറ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്ക് ചെയ്യുന്നതാണല്ലോ. അതും കറണ്ട് പോയാലും വന്നാലും അത് ഓഫ് ആവുമോ സാറേ? ഓഫ് ആകുമോ? ഈ നമ്മുടെ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം ഓഫ് ആകുമോ? പക്ഷെ ഇവന്മാര് കറണ്ട് ഇങ്ങനെ കളയുമ്പോൾ ചില സമയത്ത് ഈ ഇൻവേർട്ടറും കൂടെ ഒക്കെ ചേർന്ന് ഓഫ് ആക്കും. എന്നിട്ട് അങ്ങനെ ഈ ക്യാമറ ഓഫ് ആവും. അങ്ങനെയൊക്കെ ഓഫ് ആക്കും. അങ്ങനെ പല പല ശല്യങ്ങളാണ് ഇവന്മാരെ കൊണ്ട്. അച്ഛൻ ഞാൻ 8ൽ പഠിക്കുമ്പോൾ മരിച്ചതാ. ഇത് എന്റെ അമ്മയുള്ള പ്രായമുണ്ട്. നമ്മള് വക്കീല, നമ്മളെ എവിടെ പോയാലും വിടത്തില്ല ജോലി ചെയ്യാന്. നമ്മളില്ലാത്ത നമ്മുടെ കാനഡ വിസയ്ക്ക് നമ്മളെ വെച്ച് നമ്മുടെ ഇത് വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കണം. അങ്ങനെ ഭയങ്കര ശല്യമാണ്. കാരണം അറിയാം ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ അറിയാമോ? ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അറിയാമോ? ജോബ് നഷ്ടപ്പെട്ടു, എന്തോ അസുഖം വന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ജോലി ചെയ്യുന്ന അത്രയും നാളത്തെ കാശെല്ലാം ഒന്നിച്ച് കിട്ടും. അതൊക്കെ സാറിന് അറിയത്തില്ലയോ? അങ്ങനത്തെ ഉള്ള ഇൻഷുറൻസ് ഒക്കെ നമ്മള് അവന്മാരെടുത്തിട്ടുണ്ട് നമ്മുടെ പേരില്. ഇപ്പം സാറിന് എത്രയോ ഇന്നാളെ ഒരു മോനൊരു എന്തോ അച്ഛനെ കൊന്ന് എത്ര കോടിക്കാ, 2 കോടിക്ക്. പിന്നെ ഇതെല്ലാം നടക്കുന്ന അങ്ങനെ സാറിനൊന്നും വായിക്കുന്നില്ലയോ? പിന്നെ എന്റെ ബന്ധുക്കളാണ് ഇവന്മാരൊക്കെ. ബന്ധുക്കൾ ഇങ്ങനെ നടക്കുക. ബന്ധുക്കളെ ഏറ്റവും വലിയ ശത്രുക്കൾ, അല്ലാതെ ശത്രുക്കൾ ബന്ധുക്കൾ. എനിക്ക് 10-48 നമുക്കൊരു പാർട്ട്ണർ ഉണ്ട്. പക്ഷെ അന്നേരം അയാളുമായിട്ടുള്ള ഇത് എല്ലാ പിന്നെ ഇവന്മാരിവിടെ എന്താണ് ഓരോ അവന്മാരെ നമ്മുടെ പാർട്ട്ണർ ആക്കാനായിട്ട് അങ്ങ് നടക്കുക, കല്യാണം കഴിച്ചങ്ങ് വരുത്താൻ നടക്കുക, അവരുടെ കൂടാണെന്ന് വരുത്താൻ നടക്കുക. അങ്ങനെ പല പല വേലകളോ ഒന്നിന്റെ വേലയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കരണ്ടൊക്കെ കളയുന്നത്. മനസ്സിലായി? അപ്പോഴും ഇപ്പോഴും ഒക്കെ വന്ന് കുറെ അവളുമാരും അവന്മാരും കൂടി ഇങ്ങനെ കയറിയിരിക്കുക. ഇവിടെ എല്ലാം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. കുറെ അവന്മാരും അവളുമാരും വന്നിരിക്കുക. പിന്നെ നമ്മളുടെ സ്വത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. ഇതെല്ലാം നമ്മളതിലുണ്ട്. സ്വത്തിനെ കുറിച്ച്, നിങ്ങളുടെ സ്വത്തിനെ കുറിച്ച് അയൽക്കാർ സംസാരിക്കുമോ? നിങ്ങൾക്ക് ഇപ്പോൾ അച്ഛനുണ്ട്, നിങ്ങൾക്ക് സ്വത്ത് തന്നു വിചാരിച്ചോ, ഇന്നാളിന്റെ അച്ഛൻ മരിച്ച് നിങ്ങളുടെ അമ്മയ്ക്ക് കിട്ടി നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ എല്ലാവരും നിങ്ങളുടെ സ്വത്തിനെ കുറിച്ച്? അങ്ങനെ സംസാരിക്കാൻ ഭയങ്കര മോള് ഡിഗ്രി ഇല്ലില്ല. നമ്മുടെ കൂടെ നിർത്തിയാലേ അവിടെ റെഡിയാക്കും. എന്നിട്ട് പറയും പിന്നെ നമ്മള് കാരണം അവിടെ എന്തോ ആയി. അതൊക്കെ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര ഇതായിട്ട് മാറും. നമ്മൾ കൊന്നെന്ന് വേണേ വരുത്തും. അതുകൊണ്ട് നമ്മള് മുന്നൊക്കെ നമുക്ക് അറിയാം ഇവന്മാരെ ഇത്. അതുകൊണ്ട് കള്ളനെ ഈ എന്താ പറയുന്നത് നമ്മളെ എന്താ പറയുക, അതുകൊണ്ട് കള്ളനെ ഇങ്ങനെ താക്കോലേൽപ്പിക്കുമെന്ന് പറയുമല്ലോ. എന്റെ അമ്മയുണ്ട്. ശരിയെന്നെങ്കിൽ ചിപ്പ് വെച്ച് കളയുന്ന ചിപ്പ് വെച്ച് എന്തോ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ വോൾട്ടേജ് അപ്പൊ ഇന്ന് മാത്രമൊന്നുമല്ല വോൾട്ടേജ് പോകുന്നത്, എപ്പോഴും വോൾട്ടേജ് കുറയ്ക്കുക. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് എങ്ങനെ കുറയുന്നു കൂടുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാം നല്ലൊന്നാമത്തെ റെക്കോർഡുണ്ട്. അതെ. രക്തമാണെന്ന പേര്.
ആ സമയമന്ദിരം. ഇത് കളിച്ചെല്ലാണ്ട് ആ ആ ലോഡ് സ്വന്തമായിട്ട് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് എങ്ങനെ? ആ ആ ആ ആ ആ ആ ആ ആ ആ കിട്ടിയാല് കറണ്ടോ പഴയതാ? അതിന് എത്ര രൂപയാവും? ആ ആ ആ എത്ര ആവില്ലയോ? ആ ആ ആ ആ ആ ആദ്യം ഇപ്പം താമസമുള്ള ആദ്യത്തെ വീടാ. SNDP ഇപ്പം താമസമുള്ള ആദ്യത്തെ വീട്. ഇപ്പൊ ഒരു ഇതിന്റെ പടിഞ്ഞാറത്ത് ഒരു വീട് ഇങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ രണ്ടാമത്തെ വീട് SNDP നേരെ കിഴക്കേന്റെ കിഴക്കേ. ആ ആ ആ 15,000 രൂപയാകത്തുള്ളൂ ഈ വയറിങ്ങിന്. ആ അത് മനസ്സിലായി. ആ ഏ അതെനിക്കറിയത്തില്ല. ഈ താമസിക്കുന്നത് ആ റോഡ് സൈഡില്ല. ആ അതെ മെയിൻ റോഡ്.